FSP സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നൺ ഇൻവെൻറ്ററി കാറ്റഗറിയിൽ എങ്ങനെ ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നൺ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് വേണ്ടാത്ത ഐറ്റംസ് ആണ് നൺ ഇൻവെൻറ്ററി കാറ്റഗറിയിൽ വിടുക. സർവീസ് ഐറ്റം, ഹാൻഡ്ലിംഗ് ചാർജ്, ഫ്രൈറ്റ് ചാർജ് അങ്ങനെ പറയപ്പെടുന്ന ഐറ്റംസിനാണ് നമ്മൾ നൺ ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി പ്രൊഡക്റ്റ് മാസ്റ്റർ ക്ലിക്ക് ചെയ്യുക. പ്രൊഡക്റ്റ് മാസ്റ്റർ ക്ലിക്ക് ചെയ്തതിനു ശേഷം നൺ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇവിടെ കാണുന്നതായിരിക്കും. ഇത് സെലക്ട് ചെയ്ത് ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൊരു കോഡ് കാണിക്കും. നിങ്ങൾ സാധാ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഹാൻഡ്ലിംഗ് എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പ്രൈസ് നിങ്ങൾക്ക് നിർബന്ധമില്ല. നിങ്ങൾക്ക് ബില്ലടിക്കുന്നതനുസരിച്ചോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതനുസരിച്ചോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് നിങ്ങൾക്ക് റേറ്റുകൾ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ടാക്സ് പെർസെൻറ്റേജ് കൊടുക്കുക. നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ HSM കോഡ്, അത് ഹാൻഡ്ലിംഗ് ചാർജിൻ്റെ HSM കോഡ് കറക്റ്റായിട്ട്, അത് ഫ്ലൈറ്റ് ആണ്, ഫ്ലൈറ്റ് നിങ്ങൾ HSM കോഡ് നിർബന്ധമായിട്ടും കൊടുക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്രൂപ്പ് കോഡ് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ നൺ ഇൻവെൻറ്ററി ഐറ്റം ഗ്രൂപ്പ് കോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് കോഡ് ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നൺ ഇൻവെൻറ്ററി കാറ്റഗറിയിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആഡ് ആവുകയുള്ളൂ. അതിനുശേഷം സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മാസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നൺ ഇൻവെൻറ്ററിയിലായിട്ട് കാറ്റഗറി വരുന്ന ഐറ്റംസ് ഇവിടെ കാണുന്നതായിരിക്കും. ഇതിലേക്ക് സ്റ്റോക്കോ മറ്റ് കാര്യങ്ങളോ ആഡ് ആവുന്നതായിരിക്കുന്നില്ല. ഈ നൺ ഇൻവെൻറ്ററി കാറ്റഗറി പെടുന്ന ഐറ്റത്തിനെ നിങ്ങൾക്ക് ട്രയൽ ബാലൻസിലേക്കോ ലെഡ്ജറിലേക്കോ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ വരുന്നുണ്ട്. സെറ്റ് സർവീസ് ഹെഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൺ ഇൻവെൻറ്ററി കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഹാൻഡ്ലിംഗ് ഞാൻ സെലക്ട് ചെയ്തു. ഹാൻഡ്ലിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ അതിൻ്റെ സർവീസ് ഹെഡ്, അക്കൗണ്ട് ഹെഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് F5 ക്ലിക്ക് ചെയ്യുക. മുന്നേ ഞാൻ ഡെബിറ്റ് നോട്ടിലും ക്രെഡിറ്റ് നോട്ടിലും പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ F5 ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫ്ലൈറ്റ് ചാർജ്, ഫ്ലൈറ്റ് ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ, ഫ്ലൈറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ എന്ന് കറക്റ്റായിട്ട് കാണും. ഞാൻ ഇൻവേർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻവേർഡ് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. നോർമലായിട്ട് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ നൺ ഇൻവെൻറ്ററി കാറ്റഗറി പെടുന്ന ഐറ്റംസിനെ നിങ്ങൾക്കൊരു സർവീസ് ഹെഡായിട്ട് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളെ ലെഡ്ജറിലേക്കും ട്രയൽ ബാലൻസിലേക്കും ഒക്കെ ആഡ് ആവുന്നതായിരിക്കും.